ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ജോസെ മൊറീനോ എന്ന കോച്ചിൻ്റെ റിവ്യൂ ആണ്. ഗായ്സ്, ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഒരുപാട് പേര് എനിക്ക് DM-ൽ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് ബ്രോ മൊറീനോനെ സൈൻ ചെയ്തിട്ട് യൂസ്ഫുള്ളാണോ, ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ സ്ക്വാഡ് എങ്ങനെയാണോ, അതായത് അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആണോ അധികം ഉള്ളതല്ല ഡിഫെൻസീവ്ലി കളിക്കുന്ന പ്ലെയേഴ്സ് ആണോ അധികം ഉള്ളത് എന്നുള്ളത് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എൻ്റെ ഈ ഒരു സ്കോഡ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലാകും, അധികം ഡിഫെൻസിലെ നല്ല രീതിയിൽ വീക്കാണ്. ഞാൻ ഓൾമോസ്റ്റ് സൈൻ ചെയ്യുന്നതൊക്കെ എന്താ പറയാനാ, എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും അറ്റാക്കിംഗ് പ്ലെയേഴ്സ് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് സൈൻ ചെയ്ത് പോകും. ഡിഫെൻസീവ്ലി ഞാൻ ഇപ്പോൾ മാൽഡിൻ അതുപോലുള്ള വലിയ വലിയ ഡിഫൻഡർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ അറ്റാക്കിങ്ങിൽ നല്ല പ്ലേയേഴ്സ് വരുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഞാൻ സൈൻ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. ഈ മൊറീനോനെ സൈൻ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സ്ക്വാഡിൽ കാണാൻ വേണ്ടി സാധിക്കും, അഡ്രിയാനോ 106 വരെ ഓവറോൾ പോകുന്ന ഒരു പ്ലെയറാണ്. അതുപോലെ ബെയ്ല് 107 വരെ പോകുന്നതാണ് ഓവറോൾ. ക്രിസ്ത്യാനോ റൊണാൾഡോ 107 വരെ പോകുന്നതാണ്. അതുപോലെ സണ്ണും 104 വരെ ഓവറോൾ കയറുന്ന പ്ലെയറാണ്. പക്ഷേ മൊറീനോനെ സൈൻ ചെയ്ത സമയത്ത് വേറൊരു കാര്യം, വാൻ ബേൺ അതുപോലെ വാൽക്കർ, വാൻ ബേൺ എക്സ്ട്രാ 100 ഞാൻ കസ്റ്റം ചെയ്തതാണ്. പക്ഷെ നോർമലി 100 ഉണ്ടായ വാൻ ബേൺ 101 അപ്ഡേറ്റ് ആയി. അപ്പോൾ ഡിഫെൻസീവ്ലി കളിക്കുന്ന പ്ലെയേഴ്സാണ് നിങ്ങളുടെ സ്ക്വാഡിൽ അധികം ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഓപ്ഷൻ തന്നെയായിരിക്കും. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് മൊത്തത്തിൽ ടീം പ്ലേ മാറുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും കളിക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഒരു നല്ലൊരു കോച്ച് നിലവിൽ അവൈലബിൾ ആണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എടുക്കേണ്ട എന്ന് തന്നെയാണ് ഗൈസ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ ലോസ് ഒന്നും വരുന്നില്ല. വെറും 250 റുപ്പീസ് മാത്രമാണ്. അത് മാത്രമല്ല 150 കോയിൻസ് നമുക്ക് റിവാർഡായിട്ട് കിട്ടുന്നതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ സൈൻ ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെയിനായിട്ട് ഡിഫെൻസീവിലാണ് പുള്ളിയുടെ കൊണ്ട് വലിയൊരു യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ക്വിക്ക് കൗണ്ടറാണ് വരുന്നത്, ബാക്കിയൊക്കെ നോർമലാണ്. ലോങ് ബോൾ 80 ഒക്കെയാണ് വരുന്നത്. എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് ഫിസിക്കൽ കോൺട്രാക്റ്റും അതുപോലെ സ്റ്റാമിനയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു യൂസ്ഫുൾ എനിക്ക് ഈ ഒരു 2 സ്റ്റാറ്റ്സ് വൈസ് എന്നോട് ചോദിക്കുവാണെങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തരും. അതായത് ഫിസിക്കൽ കോൺടാക്റ്റ് കൊണ്ടും സ്റ്റാമിന എന്ന് പറയുന്നത് അത് 1% മാത്രമേ ഇൻക്രീസ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ യൂസ്ഫുള്ളും കിട്ടുന്നതല്ല. അതനുസരിച്ച് വേറെ എന്തെങ്കിലും കിക്കിംഗ് പവറോ ലോഫ്റ്റഡ് പാസ് അതുപോലുള്ള വേറെ എന്തെങ്കിലും ഒരു സ്റ്റാറ്റ്സാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമായിരുന്നു. ഇത് രണ്ടും എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഒരു യൂസ്ഫുൾ അല്ലാത്ത 2 സ്റ്റാറ്റ്സാണ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 4 മാച്ചസ് കളിപ്പിച്ചു ഗൈസ്. പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുള്ള, ഞാൻ പറഞ്ഞല്ലോ ഡിഫെൻസീവ്ലി കിട്ടുവാണ്, നല്ല രീതിയിലുള്ള റിസൾട്ടാണ് കിട്ടുന്നത്. പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത്, എൻ്റെ മെയിൻ സ്കോറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഒരു തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റും എനിക്ക് കിട്ടുന്നില്ല. അതുപോലെ റൊണാൾഡിനോ 105 വരുന്ന റൊണാൾഡിനോ 104 ഷെവേ 106 വരെ പോകും, 104. അതുപോലെ ഈ ചങ്ങായിൻ്റെ പേരെന്താണ്, ആൻഡി ഗോൾ 104 വരെ പോകും, അതും 103. അപ്പോൾ നിങ്ങളുടെ സ്ക്വാഡിലുള്ള അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ പവർ നല്ല രീതിയിൽ ലോസ് ആവും. അതുപോലെ ഡിഫെൻസീവിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും. ഇതാണ് ഈ ഒരു കോച്ചിൻ്റെ പ്രത്യേകത. ഈ ഒരു സെയിം പ്രോബ്ലം തന്നെയാണ് അമോറിമിനെ ഞാൻ ജസ്റ്റ് കളിപ്പിച്ച് നോക്കുന്ന സമയത്ത് അമോറിമിനും സെയിം അവസ്ഥയാണ്. ഡിഫെൻസീവിലേക്ക് ഇടുവാണ്, പക്ഷേ അറ്റാക്കിങ്ങിലേക്ക് വരുന്ന സമയത്ത് മൊറീനോനെ പറഞ്ഞ പോലത്തെ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. ഇനി മൊറീനോനെ സൈൻ ചെയ്തിട്ട് നിങ്ങൾ കളിപ്പിച്ച് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയ പ്ലെയേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എങ്ങനെയാണ് നിങ്ങൾ ടീം ബിൽഡ് ചെയ്തത്, എങ്ങനെയാണ് നിങ്ങളെ സ്ക്വാഡ്, ഏതൊക്കെ പ്ലെയറിനെയാണ് ഈ പുള്ളിക്കാരനെ സ്യൂട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗൈസ്, ഈ ഒരു കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഗിവ് അവേ കൊടുക്കുന്ന അക്കൗണ്ടിൻ്റെ വീഡിയോ ചെയ്യാമോ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് നൈറ്റ് തന്നെ ഫുൾ സ്ക്വാഡിൻ്റെ റിവ്യൂ, അത് നമ്മൾ കൊടുക്കാൻ പോകുന്ന സ്ക്വാഡിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഈ വരുന്ന സൺഡേ ആണ്, ആരും മറക്കേണ്ട. വരുന്ന സൺഡേ നൈറ്റ്
സിനാൻ്റെ ചാനലിലാണ്. സിനാൻ്റെ ചാനലിൽ 9:30 ലൈവിൽ നിങ്ങളെല്ലാവരും കാണിച്ചിട്ടാണ്, അതും ഒരാൾക്കല്ല, ഒരാൾക്കാണ് ആ മെയിൻ അക്കൗണ്ട് നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഫുൾ സ്കോഡും സബ്സ്റ്റിറ്റ്യൂട്ട് സ്കോഡ് എല്ലാം കാണിച്ചു തരാം. പിന്നെ പ്ലസ് 110 കോയിൻസ് അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട്, ഇപ്പോൾ നിലവിൽ വരുന്ന എമൗണ്ട് ഉണ്ടല്ലോ, അതാണ് 10 പേർക്കാണ് ആ ഒരു റെഡീം കോഡ് കൊടുക്കുന്നത്. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ട. സൺഡേ ആണ്. ഓക്കെ ഗൈസ്, ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.